എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതാണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ നോക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് രഹസ്യമായി പോകാമെന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കാർഡ് തന്നെ പറയുന്നത് ഫ്യൂച്ചറിൽ, തൊട്ടടുത്ത ഫ്യൂച്ചറിൽ നിങ്ങളും ആ വ്യക്തി ഒന്നിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നാം പോകുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. നിങ്ങളുമായിട്ട് ചേർന്ന് സന്തോഷത്തോടെ ജീവിച്ചു പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൽ മറ്റൊന്നുമില്ല. ഒരുപക്ഷെ നിങ്ങൾ ഈ അകൽച്ച കാണുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നി. ഈ വ്യക്തി എന്താണ് ആലോചിക്കുന്നത്? ഈ വ്യക്തി എൻ്റെ ഒപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നോട് മടുപ്പുണ്ടോ, എന്നോട് എന്താണ് ഒരു അമാന്തം കാണിക്കുന്നത് സ്നേഹത്തിൽ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അതൊന്നും ആ വ്യക്തി മനഃപൂർവ്വമല്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളെ തന്നെ സ്നേഹിക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. നിങ്ങളോടൊപ്പം തന്നെ ജീവിതം കൊണ്ടുപോകാനുമാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഇപ്പോൾ ചില സമയ ദൂഷ്യങ്ങളുണ്ടെന്നോ, ഇപ്പോഴത്തെ സമയം ശരിയല്ലെന്നൊരു ബോധ്യം ആ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള മനസ്സിലുള്ള സ്നേഹം മുഴുവനും തുറന്നു പറയാനായിട്ട് ആ വ്യക്തി വേറൊരു സമയത്തേക്ക് വെച്ചേക്കാണ്. വേറെ സമയത്തേക്ക് മാത്രം നിങ്ങളോട് ആ സ്നേഹത്തെക്കുറിച്ച് പറയാം, ആ ഇഷ്ടത്തെക്കുറിച്ച് പറയാം എന്നുള്ളതാണ് ആ വ്യക്തി കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ആ വ്യക്തി ഇപ്പോൾ മൗനം ഭജിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ട് എന്തുകൊണ്ടാണ് ആ വ്യക്തി എന്നെ സ്നേഹിക്കാത്തതെന്നുള്ള, അല്ലെങ്കിൽ എന്നെ പരിഗണിക്കാത്തതെന്നുള്ളൊരു വേദന നിങ്ങൾക്കുണ്ടാവും. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ ഇങ്ങനെ പിന്നീട് പറയാം, ഇപ്പോൾ പറഞ്ഞാൽ ശരിയാകില്ലെന്നുള്ളൊരു ചിന്തയാണ്. ഒരുമിച്ച് നിങ്ങളോടൊപ്പം പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. എല്ലാ കാര്യത്തിനും നിങ്ങൾ വേണം. ചിലപ്പോൾ അത് തുറന്ന് സമ്മതിക്കാൻ ആ വ്യക്തി മടി കാണിച്ചേക്കാം. പക്ഷേ എല്ലാ കാര്യത്തിനും നിങ്ങൾ വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ആ വ്യക്തി ജീവിക്കുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങളുടെ സ്നേഹം അത്രത്തോളം വിലപ്പെട്ടതായിട്ടാണ് ആ വ്യക്തി കരുതുന്നത്. നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഒരിക്കൽ ആ വ്യക്തിക്ക്. ഒരുപക്ഷെ നിങ്ങൾ അറിയണമെന്നില്ല. നിങ്ങൾ ഒരിക്കൽ സ്നേഹിച്ചിരുന്നിരിക്കാം, എന്നിട്ട് ആ ജീവിതത്തിൽ നിങ്ങൾ നഷ്ടപ്പെട്ടതുപോലെ ആ വ്യക്തിക്ക് തോന്നി. അതായത് ചിലപ്പോൾ നിങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞിട്ട് ആ വ്യക്തിയാണ് നിങ്ങളെ വേണ്ടെന്ന് വെച്ചതാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ വേണ്ടെന്ന് വെച്ചതാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും മുൻപ് പരസ്പരം സ്നേഹിച്ചിട്ട് ഒരുമിക്കാൻ കഴിയാത്തൊരു സമയം ആകാം. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് സമയം അനുകൂലമാകുകയാണ്, നല്ല സമയം നിങ്ങൾക്ക് വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പത്തെ ആ നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് നികത്തി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും, പോസിറ്റീവായിട്ട് പോകാൻ കഴിയും. നല്ല സമയങ്ങളാണ് വരുന്നത്. പരസ്പരം നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോഴും സാഹചര്യങ്ങൾ മോശമാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നാവാൻ കഴിയില്ല. പക്ഷെ സാഹചര്യങ്ങൾ നന്നായി വരുന്ന ഒരു സമയം വരികയാണ്. അത് നിങ്ങൾക്ക് ഒരുപാട് പ്രചോദനം നൽകും. നിങ്ങൾക്കൊരുപാട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. മനസ്സിലൊരു വെളിച്ചം വരികയാണ്. കുറേ നാളായിട്ട് നിങ്ങളുടെ മനസ്സിൽ ദുഃഖം ഉണ്ടായിരുന്നു, നാളെ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞില്ല, നിങ്ങളുടെ കാര്യങ്ങൾ പരസ്പരം പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും നല്ല ഒരു സമയമാണ്. ഹൃദയത്തിൽ പ്രണയത്തിൻ്റേതായൊരു വെളിച്ചം വീശുകയാണ്. പരസ്പരം ഇഷ്ടപ്പെടാം, പരസ്പരം തുറന്നു പറയാം. മുമ്പ് തുറന്നു പറയുമ്പോൾ ഇത്രയും കോൺഫിഡൻസ് നിങ്ങൾക്ക് തോന്നിയില്ല. പക്ഷേ ആ വ്യക്തിയുടെ ഹൃദയത്തിലിപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങളോടുള്ള സ്നേഹത്തിന് ഒരു പരിധിയുമില്ല. ഒരു പരിധിയുമില്ലാത്ത സ്നേഹം ആ വ്യക്തി നിങ്ങളോട് കാണിക്കും. ആ വ്യക്തിയുടെ ഹൃദയം തുറന്നു നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ഹൃദയത്തെ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഒരിക്കലും നിങ്ങളോട് ഇതുവരെ കാണിക്കാത്തതും നിങ്ങളോട് പറയാത്തതും എന്നാൽ നിങ്ങളോട് മനസ്സ് നിറച്ച് സ്നേഹമുള്ളൊരവസ്ഥയാണ്. സ്നേഹം കാണിക്കുമ്പോൾ അതിനൊരു എഫക്റ്റ് ഉണ്ടാകുന്നു. ആദ്യം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതുണ്ടായി. പക്ഷേ ഇനി നിങ്ങൾ ആ വ്യക്തിയോടുള്ള സ്നേഹം കാണിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് ആ സ്നേഹത്തെ സ്വീകരിക്കും, ഒരേപോലെ സ്വീകരിക്കും. അതായത് ആ വ്യക്തിയും നിങ്ങളും പരസ്പരമുള്ള സ്നേഹം സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. പ്രണയത്തിൻ്റെ ഏറ്റവും അനുകൂലവും ഉദാത്തവുമായൊരു സാഹചര്യം ഉണ്ടാകുന്നു. രണ്ടുപേരും പരസ്പരം പ്രണയിക്കാൻ താല്പര്യത്തോടെ നിൽക്കുന്നു. കാരണം പ്രണയിക്കുകയല്ലാതെ ആ വ്യക്തിക്ക് രക്ഷയില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള പ്രണയം നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന അവസ്ഥയാണ്
അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്.